അടിയന്തര വെടിനിർത്തൽ ധാരണയിലെത്തി തായ്ലൻഡും കംബോഡിയയും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ മധ്യസ്ഥതയിലാണ് ഒത്തുതീർപ്പായത്. ആസിയാൻ രാജ്യങ്ങളുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന രാജ്യമെന്ന നിലയിലായിരുന്നു മലേഷ്യയുടെ ഇടപെടൽ. ഐസൺ ജോസ് ചേരുന്നു വിവരങ്ങളുമായി. ഐസൺ, തായ്ലൻഡും കംബോഡിയയും അടിയന്തര വെടിനിർത്തൽ ധാരണയിലെത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. സംഘർഷത്തിന് അയവ് വരുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും യുദ്ധം അടിയന്തരമായി നിർത്തിവെക്കാനും സംഘർഷം ഇല്ലാതാക്കാനുമുള്ള ഒരു തീരുമാനമാണ് ഈ രണ്ട് പ്രധാനമന്ത്രിമാരും ബാങ്കോക്കിൽ എത്തി ചർച്ച നടത്തിയതോടെ തീരുമാനമായത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൻവർ ഇബ്രാഹിമായി, അതായത് മലേഷ്യയുടെ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായുമുള്ള കൂടിക്കാഴ്ചയിലാണ് ഈ രണ്ട് നേതാക്കളും, അതായത് ഈ കംബോഡിയയുടെയും അതുപോലെ തന്നെ തായ്ലൻഡിന്റെയും നേതാക്കൾ തമ്മിൽ ഒരു ധാരണയിലെത്തുകയും ചെയ്തത്. ഈ ധാരണയിലെത്തിയതിന് പിന്നാലെയാണ് അടിയന്തരമായി ഇപ്പോൾ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് തീരുമാനത്തിലെത്തുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഡൊണാൾഡ് ട്രംപ് തന്നെ കൃത്യമായ ഇടപെടൽ നടത്തി ഈ ശക്തമായ ആക്രമണം തുടരുന്ന സാഹചര്യം അടിയന്തരമായി നിർത്തിവെക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ബാങ്കോക്കിൽ ഈ രണ്ട് നേതാക്കളും ഇന്ന് വൈകുന്നേരത്തോടെ എത്തുകയും അടിയന്തരമായി വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തുകയും ചെയ്തത്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.